ഭക്ഷ്യസുരക്ഷയിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധി നിലനിന്നു പോരുന്നത് ഒരു തൊഴിൽ സംരംഭം എന്നതിനപ്പുറം കൃഷിയെ കാണുന്ന എണ്ണമറ്റ കർഷകരിലാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും വിതറി മണ്ണിന്റെ ജൈവബലത്തെ ദുർബലപ്പെടുത്തി ലാഭേച്ഛ മാത്രം ലക്ഷ്യമിട്ട് നീങ്ങിയവർ കൃഷിയിടങ്ങളിൽ നിന്നും അകലുകയും അവിടേക്ക് ജൈവ കൃഷിരീതി അവലംബിച്ചും പോരുന്ന ഒരു കർഷക സമൂഹം ഉടലെടുക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ വയലുകളിലും തൊടികളിലുമൊക്കെ പ്രതീക്ഷയുടെ ഹരിതാഭ നിറയാനും ആരംഭിച്ചു. വിഷലിപ്തമായ പച്ചക്കറികളും ഇതര ഭക്ഷ്യവസ്തുക്കളും കഴിക്കേണ്ടി വരുന്ന മലയാളിയുടെ ദുർഗതിക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ ഇത് കാലത്തിന്റെ അനിവാര്യതയുമായിരുന്നു. ഈ ഒരു കാഴ്ചപ്പാടാണ് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പുല്ലുകോണം രാജു ഭവനത്തിലെ രാജു എന്ന അധ്യാപകനെ ഒരു സമ്പൂർണ്ണ കർഷകനാക്കി മാറ്റിയത്. കൃഷിയോടുള്ള ആഭിമുഖ്യം രാജുവിന് പൈതൃകമായി കിട്ടിയതാണ്. കുട്ടിക്കാലത്ത് തന്നെ ചേറിന്റെയും ചെളിയുടെയും മണവും നിറവുമൊക്കെ രാജുവിന്റെ കാർഷിക സൗന്ദര്യമായി. അധ്യാപകനാകവേ അറിവിനൊപ്പം കൃഷിയുടെ മഹിമയും രാജു കുട്ടികളോട് പങ്കുവച്ചു. രാജുവിന്റെ കർഷക മനസ്സ് അവിടെയും അടങ്ങി നിന്നില്ല. പൂർണ്ണമായും ജൈവ കാർഷിക രംഗത്ത് ശ്രദ്ധയൂന്നാൻ ആ അധ്യാപകൻ തയ്യാറാകുകയായിരുന്നു. പാരമ്പര്യത്തിന്റെ വഴികളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയ കാർഷിക മുറകളെ അവലംബിച്ച് തന്റെ 2 ഏക്കർ വരുന്ന ഭൂമിയെ ഒരു സമ്പൂർണ്ണ ജൈവ സമ്മിശ്ര കൃഷിയിടമാക്കി മാറ്റുകയായിരുന്നു. നെൽവയൽ, വാഴത്തോപ്പ്, പച്ചക്കറി വിളകൾ, നാടൻ പശുക്കൾ, സങ്കരയിനം ആടുകൾ, ഹൈടെക് കോഴി ഫാം, മഴമറ കൃഷി, മത്സ്യകൃഷി തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തി പ്രകൃതി ജൈവം ജീവനം എന്ന ഇന്നേറെ പ്രസക്തമായ കാർഷിക സന്ദേശത്തിന്റെ വാഹകനായി മാറുകയായിരുന്നു ഈ കർഷകൻ. രാജുവിന്റെ നൂതന സംരംഭമായ ഹൈടെക് മുട്ടക്കോഴി ഫാമിന്റെ പ്രത്യേകതകളുമായി കാർഷിക വിശേഷങ്ങൾ ആരംഭിക്കാം. പൂനെയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന BB 380 ഇനം കോഴികളാണ് ഈ ഫാമിലെ താമസക്കാർ. മേൽപ്പുരയോടുകൂടിയ ലോഹ വലക്കൂട്ടിൽ തീറ്റ നൽകുന്നതിനും മുട്ടയിടാനുമുള്ള സൗകര്യങ്ങൾ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നു. വെള്ളം കുടിക്കുന്നതിനായി കോഴികളുടെ ചുണ്ടമർത്തുമ്പോൾ ആവശ്യത്തിനുള്ള ജലം തുള്ളികളായി ലഭിക്കുന്ന ബ്രൂഡർ സംവിധാനവും കൂട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നു. ദീർഘചതുരാകൃതിയിലുള്ള കൂടുകളുടെ താഴെയായി പാകിയിരിക്കുന്ന മരച്ചീളുകളിലേക്കാണ് കോഴികളുടെ കാഷ്ടം വീഴുക. ചീളുകൾക്കുമേൽ പതിക്കുന്ന ജലാംശം പെട്ടെന്നുണങ്ങുന്നതിനാൽ ഫാമിൽ ദുർഗന്ധം അനുഭവപ്പെടുന്നില്ല. 1 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണ ഏജൻസി കർഷകർക്ക് നൽകി പോരുന്നത്. 100 കോഴികളെ വളർത്തുന്നതിന് കൂട്, തീറ്റ, മരുന്ന് തുടങ്ങിയവ അടക്കം വരുന്ന ചെലവ് 1 ലക്ഷം രൂപയാണ്. 180 ദിവസം കഴിയുമ്പോൾ കോഴികൾ മുട്ടയിട്ടു തുടങ്ങുന്നു. 1 വർഷം ഒരു കോഴിയിൽ നിന്നും 330-ലേറെ മുട്ടകൾ ലഭിക്കും. ഒമേഗ-3 എന്ന ഘടകം ധാരാളമായി ഈ മുട്ടകളിൽ അടങ്ങിയിരിക്കുന്നതിനാൽ സാധാരണ കോഴിമുട്ടകളിൽ കണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൊളസ്ട്രോളിന്റെ അംശം നന്നേ കുറവെന്ന് ശാസ്ത്ര പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് BB 380 എന്ന് പറയുന്ന പുതിയൊരു ഇനം കോഴിയാണ്. ഇത് പൂനെയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഇതിൻ്റെ ഏജൻസി നെയ്യാറ്റിൻകരയുള്ള പ്രമോദ് എന്ന് പറയുന്ന ഒരു സംഘശ്രീ എന്ന സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു 100 കോഴി സെറ്റ് ചെയ്യുന്നതിന് 1 ലക്ഷം രൂപയാണ് അവരുടെ റേറ്റ്. 160 ദിവസം പ്രായമായ കോഴിയാണ് അവർ ഇവിടെ തരുന്നത്. ഈ കോഴി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 180 ദിവസമാകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. ഈ 180 ദിവസത്തേക്ക് ഉള്ള
ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഉള്ള തീറ്റ ഈ ഏജൻസി നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഇതിന് സാധാരണ തീറ്റി പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്തുള്ള തീറ്റയാണ് സാധാരണ ഇത് കൊടുക്കുന്നത്. കൂടാതെ 1 കിലോ 2 കിലോ പച്ചപ്പുല്ല് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അരിഞ്ഞ് ഈ കോഴിക്ക് നൽകണം. കൂടാതെ 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം മഞ്ഞൾ, 100 ഗ്രാം കരിപ്പോട്ടി, 100 ഗ്രാം തുളസിയില ഇവ ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് ഇതിന് നൽകണം. അപ്പോൾ ഇതിന് പ്രിസർവേറ്റീവ്, അതായത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ജൈവ മുട്ട എന്ന് പറയുന്നത് കാരണം ഇതാണ്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇതിന് നൽകുന്നുണ്ട്. ഈ കോഴി 330 മുട്ടകളിടും ഒരു വർഷത്തിൽ. അപ്പോൾ ഈ 330 മുട്ടകൾ ഇട്ട് തീർന്നാൽ 14 മാസമാകുമ്പോൾ ഈ കോഴികളെ അവർ തിരിച്ചെടുക്കുകയും ഇതിന് പകരം 160 ദിവസം പ്രായമായ കോഴിയെ അവർ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് എല്ലാത്തിനും കൂടി അവർ ചാർജ് ചെയ്യുന്നത് 1 ലക്ഷം രൂപയാണ്. ഇങ്ങനെ 20 വർഷം ഇവർ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് തന്നിട്ടുള്ളത്. സാധാരണ കോഴിമുട്ടയേക്കാൾ വലിപ്പമുള്ള ഈ മുട്ടകൾക്ക് കമ്പോളത്തിൽ 6 മുതൽ 7 രൂപ വരെ വിലയുള്ളപ്പോൾ 100 കോഴികളിൽ നിന്നും ഒരു മാസം 5000 മുതൽ 7000 രൂപ വരെ കർഷകന് ലഭിക്കുന്നു. 14 മാസം കഴിയുമ്പോൾ വിതരണ ഏജൻസി കർഷകരിൽ നിന്നും കോഴികളെ തിരിച്ചെടുക്കുകയും പകരം 160 ദിവസം പ്രായമായ കോഴികളെ നൽകുകയും ചെയ്യും. വളർത്തലിനിടെ കോഴികൾ ചത്താൽ പകരം കോഴികളെ യഥാസമയം നൽകിയും പോരുന്നു. ഈ വിതരണ സംവിധാനം 20 വർഷം വരെ നീളുമെന്നാണ് ഏജൻസിയും കർഷകരും തമ്മിലുള്ള ധാരണ. രാജുവിന്റെ ജൈവവളം ഫലസമൃദ്ധി ഒരുക്കുന്ന വിളഭൂമിയിലേക്ക് ഇനി പോകാം. കഴിഞ്ഞ വർഷം 8 മാസത്തിൽ കൂടുതൽ മഴയായതിൻ്റെ പേരിൽ ഈ പച്ചക്കറിയെല്ലാം വളരെ അതിൻ്റെ വിളവെല്ലാം വളരെ മോശമായിരുന്നു. കടയ്ക്കൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ സരിത മാഡം, അസിസ്റ്റൻ്റ് സരിത മാഡം ഇവിടെ വരികയും സാറേ നമുക്കൊരു റെയിൻ ഷെൽട്ടർ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പ്രയോജനമാണെന്ന് എന്നോട് പറയുകയും അത് മുഖാന്തരം കടയ്ക്കൽ കൃഷി ഓഫീസർ ശ്രീമതി സബിത മാഡം എന്നോട് നിർദ്ദേശിക്കുകയും സാറേ ഇവിടെ ഒരു റെയിൻ ഷെൽട്ടർ അടിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ സാറിന് എല്ലാ സീസണിലും ധാരാളം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അങ്ങനെ 1 ലക്ഷം രൂപ മുടക്കി ഞാൻ ഈ റെയിൻ ഷെൽട്ടർ നിർമ്മിക്കുകയും 50,000 രൂപ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം എനിക്ക് സബ്സിഡി നൽകുകയും ചെയ്യും. ഇതിനകത്ത് ഇപ്പോൾ ശീതകാല പച്ചക്കറികൾ ആയ കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് ഇവയെല്ലാം ധാരാളം ഞാൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ പടവലം, വെണ്ട, കത്തിരി ഇവയെല്ലാം ധാരാളമായിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു റെയിൻ ഷെൽട്ടർ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ സീസണിലും നമുക്ക് ഇതിന്ന് ഉൽപ്പാദനം കിട്ടും. തന്റെ കാർഷിക ജീവിതത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് പരമപ്രാധാന്യം നൽകിപ്പോന്ന രാജു മഴ മൂലം പച്ചക്കറി വിളകൾക്കുണ്ടാകുന്ന നാശത്തിൽ ഏറെ ഖേദിച്ചു. ഇവിടെ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി കടയ്ക്കൽ കൃഷിഭവൻ എത്തിയപ്പോൾ അവരുടെ സഹകരണത്തോടെ മഴമറ കൃഷിയിലേക്ക് രാജു കടന്നു. 1 ലക്ഷം രൂപ ചെലവ് വന്ന ഈ കൃഷിക്ക് 50,000 രൂപ കൃഷിവകുപ്പ് സബ്സിഡിയായും നൽകി. മഴമറ കൃഷിക്കായി 2 ഇടങ്ങളാണ് രാജു ഒരുക്കിയത്. ടെറസിൽ തയ്യാറാക്കിയ കൃഷിയിടത്തിന് 35 സ്ക്വയർ മീറ്റർ വിസ്തീർണമാണ് ഉള്ളത്. പൂർണ്ണമായും ശാസ്ത്രീയമായ കൃഷിരീതി അവലംബിച്ചുകൊണ്ടുള്ളതാണ് രാജുവിന്റെ മഴമറ കൃഷി. കാബേജ്, കാരറ്റ്, കോളിഫ്ലവർ, വെണ്ട, കത്രിക്ക, പടവലം, തക്കാളി, ക്യാപ്സിക്കം, സ്ട്രോബെറി, പെരിഞ്ചീരകം എന്നുവേണ്ട ഒട്ടുമിക്ക പച്ചക്കറി ഇനങ്ങളും രാജുവിന്റെ മഴമറയ്ക്കുള്ളിൽ സമൃദ്ധമായി വളരുന്നു. പുരയിടത്തിലേക്ക് ഇറങ്ങിയാൽ 200 ചുവട് ഏത്തവാഴകൾ തഴച്ചു വളർന്നു നിൽക്കുന്നത് കാണാം. പിന്നെ ചേന, ചേമ്പ്, മരിച്ചീനി തുടങ്ങിയ വിളകൾ വേറെയും. പൂർണ്ണമായും ജൈവ
കൃഷിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. മണ്ണിളക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇട്ട് ഒരാഴ്ച ഇട്ടിരിക്കും. അത് മണ്ണിൽ ഉള്ള രോഗാണുക്കളെയെല്ലാം കളയുന്നതിനും പിന്നെ അതേ കണക്കിന് മണ്ണിന് കാൽസ്യം കിട്ടുന്നതിനും നന്നായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ട്രൈക്കോഡർമ ചേർത്ത ചാണകമാണ് ഞങ്ങൾ അടിവളമായിട്ട് ഇടുന്നത്. അത് ഇട്ട് പിന്നെയും 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തൈകൾ നട്ട് ആ തൈകൾക്ക് വാട്ടം വരാതിരിക്കാൻ സ്യൂഡോമോണസ് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിക്കുന്നുണ്ട്. അത് പോരാതെ എല്ലാ ആഴ്ചയിലും 3 ദിവസം നമ്മൾ വെച്ചൂർ പശുവിൻ്റെ ഗോമൂത്രവും പിന്നെ സ്ലറിയും 7 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇതിന് വളസേചനം ചെയ്യുന്നുണ്ട്. ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. വെള്ളത്തിൻ്റെ ഡോസ് സ്വല്പം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കീടങ്ങളെ അകറ്റാൻ നല്ലതാണ്. അതായത് വെച്ചൂർ പശുവിൻ്റെ മൂത്രത്തിന് നല്ല രോഗപ്രതിരോധ ശക്തിയുണ്ട്. അത് പുഴുക്കളെയെല്ലാം മാറ്റുന്നതിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് ഈ ചെടിയുടെ മേലൂടെ ഞങ്ങൾ ഒഴിക്കുന്നു. അപ്പോൾ കീടങ്ങളെയെല്ലാം മാറ്റുന്നതിന് സഹായിക്കും. പിന്നെ ഏതെങ്കിലും കീടങ്ങൾ അധികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ കാന്താരി മുളക് അതിൽ അരച്ച് ചേർത്ത് ഇതിൻ്റെ മേലൂടെ ഒഴിക്കും. അങ്ങനെയാകുമ്പോൾ ഈ മൃദുല പ്രാണികളെല്ലാം ഇതൊന്ന് മാറും. മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാജു തന്റെ കൃഷി ആരംഭിക്കുക. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ആട്ടിൻ കാഷ്ടവും കോഴിക്കാരവും മാത്രമാണ് വളം. രോഗപ്രതിരോധത്തിന് ഗോമൂത്രവും കാന്താരി കഷായവും ജൈവ ജീവാണു വളങ്ങളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ തുടങ്ങിയവയും പ്രയോഗിക്കുന്നു. ഇതിനെല്ലാം ഉപരി കാലിത്തൊഴുത്തും കാർഷിക വിളകളും തമ്മിലുള്ള പരസ്പര പൂരക ബന്ധത്തിലെ വിജയമാണ് രാജുവിൻ്റെയും കാർഷിക വിജയം. ഒരു കൃഷിക്കാരന് കൃഷി ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജൈവ വളങ്ങളാണ്. ഈ ജൈവവളം അതിന് ആവശ്യമായ ഘടകം ഒരു വീട്ടിലൊരു പശു എന്നതാണ്. ഞാൻ ആദ്യമായി പച്ചക്കറി ചെയ്തപ്പോൾ എനിക്ക് വളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ ഞാൻ 2 വെച്ചൂർ പശുക്കളെ വാങ്ങുകയും ചെയ്തു. ആ വെച്ചൂർ പശുവിൻ്റെ ചാണകവും അതിൻ്റെ മൂത്രവുമാണ് പ്രധാനമായി ഈ കൃഷിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മൂത്രം 5 ഇരട്ടി വെള്ളം ചേർത്ത് ഇത് സ്പ്രേ ചെയ്താൽ യാതൊരു കീടങ്ങളും വരത്തില്ല. പിന്നെ കൂടാതെ ആടിൻ്റെ കാഷ്ടം, പിന്നെ കോഴിയുടെ കാഷ്ടം, ഇതെല്ലാം വളരെ ഫലപ്രദമായി നമുക്ക് ഈ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. ഒരു കൃഷിക്കാരന് ഏറ്റവും വേണ്ടത് ഒരു പശു, ആട്, കുറച്ച് കോഴി, ഇത്രയും ഉണ്ടെങ്കിൽ അവന് വേണ്ട എല്ലാ ജൈവവളങ്ങളും വീട്ടിൽ തന്നെ അവർക്ക് ഉൽപ്പാദിപ്പിക്കുവാനും ഏറ്റവും ഫലപുഷ്ടി ഉള്ള വിളകൾ അവർക്ക് ഉണ്ടാക്കാനും കഴിയും. കേരളത്തിന്റെ തനിനാടൻ ഇനത്തിൽപ്പെട്ട 2 വെച്ചൂർ പശുക്കളെ രാജു ഇവിടെ പരിപാലിച്ചു പോരുന്നു. അടുക്കളയിൽ നിന്നുള്ള കാഴിവെള്ളവും തീറ്റപ്പുല്ലുമാണ് പശുക്കളുടെ പ്രധാന ആഹാരം. ഇതിനായി 28 സെന്റ് സ്ഥലത്ത് CO4 ഇനം തീറ്റപ്പുല്ലും രാജു കൃഷി ചെയ്യുന്നു. ജമുന പ്യാരി, മലബാരി വർഗത്തിൽപ്പെടുന്ന ആടുകളുടെ സങ്കര ഇനങ്ങളാണ് രാജുവിന്റെ ആട്ടിൻകൂട്ടം. കാടിവെള്ളവും തീറ്റപ്പുല്ലും പച്ചിലകളുമാണ് ആടുകളുടെയും പ്രധാന ആഹാരം. വെച്ചൂർ പശുക്കളുടെ ചാണകവും ആട്ടിൻ കാഷ്ടവും BB 380 കോഴികളുടെ വിസർജ്യവും രാജുവിന്റെ വെർമി കമ്പോസ്റ്റ് കുഴിയിലേക്കെത്തുന്നു. 9 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലും 75 സെന്റിമീറ്റർ താഴ്ചയിലും തയ്യാറാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളത്തിനും നല്ല ഡിമാൻഡ് തന്നെ. ചാക്കൊന്നിന് 110 രൂപ നിരക്കിലാണ് വിറ്റുപോകുന്നത്. സ്വന്തം ഗ്രാമത്തിൽ നെൽകൃഷി ഇന്ന് അന്യമായെങ്കിലും കുട്ടിക്കാലത്തെ ഇഷ്ടപ്പെട്ട ഈ കൃഷിയെ രാജു കൈവിട്ടില്ല. ഉയരവും ഉൽപാദനശേഷി കൂടിയതുമായ 20 ഇനത്തിൽപ്പെട്ട നെല്ലിനമാണ് തന്റെ 35 സെന്റ് വയലിൽ കൃഷി ചെയ്യുന്നത്. ചാണകവും കോഴിക്കാഷ്ടവുമാണ് രാജു വയലിൽ പ്രയോഗിക്കുന്ന വളം. രാജുവിന്റെ നെൽകൃഷി കണ്ട് നെൽകൃഷി മറന്ന പല കർഷകരും വയലിലേക്ക് എത്തുന്നതിൽ ഈ കർഷകന് നിറഞ്ഞ തൃപ്തി തന്നെ. പരമ്പരാഗതമായി കേരളീയർ അനുവർത്തിച്ചു വരുന്ന സമ്മിശ്ര കൃഷിയുടെ ഉദാത്തമായ ഒരു മാതൃകയാണ് ശ്രീ രാജു തൻ്റെ കൃഷിയിടത്തിൽ ചെയ്തിരിക്കുന്നത്. ശാസ്ത്രീയമായ അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണമായും ജൈവ കൃഷി സമ്പ്രദായം അദ്ദേഹം അനുവർത്തിച്ചു വരുന്നു. ആധുനിക കൃഷി സമ്പ്രദായത്തിൻ്റെ പോളി ഹൗസ് ടെക്നിക്ക് മുതൽ ജലസേചനവും
വളപ്രയോഗവും സമ്മിശ്രമായി കൊടുക്കുന്നതുൾപ്പെടെയുള്ള കൃഷി സമ്പ്രദായം ഇവിടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീറ്റപ്പുല്ല് മുതൽ നെൽകൃഷി വരെയും പശു വളർത്തൽ മുതൽ കോഴി വളർത്തൽ വരെയും എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ അറിവുകളെ സമന്വയിച്ചിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായം അനുവർത്തിക്കുന്നതിൽ ശ്രീ രാജു വിജയിച്ചിരിക്കുന്നു. ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിച്ചു പോരുന്ന രാജുവിന് ആധുനിക കാർഷിക യന്ത്രങ്ങളും കൂട്ടിനുണ്ട്. കൃഷിയോട് ഏറെ പ്രതിബദ്ധത പുലർത്തുന്ന ഈ കർഷകന് കാർഷിക വകുപ്പ് സബ്സിഡിയോടെയാണ് ഈ യന്ത്രങ്ങൾ നൽകിയത്. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ ജലസേചന സംവിധാനമാണ് രാജുവിന്റെ സമ്മിശ്ര കൃഷിയിലെ മറ്റൊരു പ്രധാന പ്രത്യേകത. ഈ പ്രദേശത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ ദൗർലഭ്യമായിരുന്നു വെള്ളത്തിന്. എന്നാൽ ഞാനിവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് മുകളിൽ നിന്ന് വെള്ളം ഫിൽട്ടർ ചെയ്ത് കിണറ്റിലേക്ക് ഡയറക്റ്റ് ഇറക്കുന്നത് കൊണ്ടും, കൂടാതെ നമ്മുടെ ഈ മുകൾ പ്രദേശം വളരെ മെറ്റിലിട്ട് വെള്ളം ഇവിടെ റിസർവ് ചെയ്ത് എല്ലാം ഈ ഭൂമിയുടെ അടിയിലേക്ക് താഴുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പേരിലായി എനിക്ക് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് വെള്ളത്തിന് യാതൊരു ദാരിദ്ര്യമില്ല. എത്ര ഉണക്കായിരുന്നാലും ഇത്രയും പച്ചക്കറി ഞാൻ ചെയ്യുന്നത് ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് മാത്രമാണ്. നീർത്തട പ്രദേശങ്ങളിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജുവിന്റെ കൃഷിഭൂമിയിൽ മഴക്കാലത്ത് പതിക്കുന്ന ഓരോ തുള്ളി ജലവും പാഴായി പോകാതെ മഴക്കുഴി ഒരുക്കി മണ്ണിൽ സംഭരിച്ചാണ് ജലത്തിന്റെ ലഭ്യത രാജു സാധ്യമാക്കിയത്. ജലദൗർലഭ്യം ഏറെ അനുഭവപ്പെട്ടിരുന്ന രാജുവിന്റെ മണ്ണിൽ ഇന്ന് തടസ്സമില്ലാത്ത നീരൊഴുക്ക് തന്നെ. നമുക്ക് കിട്ടുന്ന മീൻ മുത്തും കീടനാശിനിയും മറ്റുള്ള ഫോർമാലിൻ മുക്കിയ മീനുകളാണ്. അതിൻ്റെ ദൂഷ്യഫലം മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ കുളം ഇവിടെ സ്ഥാപിക്കുന്നത്. ഇത് 10 അടി വീതിയും 16 അടി നീളവുമുള്ള ഒരു കുളമാണ്. ഇതിൽ ഞാൻ ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് 150 കരിമീനെ നിക്ഷേപിക്കുകയും ഇതിന് സാധാരണ തീറ്റി കൊടുക്കുന്ന ഞങ്ങൾക്കുള്ള എല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റ് വഴിയാണ് ഞങ്ങളുടെ എല്ലാം സിസ്റ്റം ചെയ്യുന്നത്. ആടിന് കൊടുത്തതിനുള്ള ബാക്കിയുള്ള വേസ്റ്റുകൾ ഇതിന് കൊടുക്കുകയും ഇത് ഏതാണ്ട് വളർന്ന് ഒരു 9 മാസമായപ്പോൾ ഇതിനെ പിടിച്ചു തുടങ്ങി. ഇത് 450 ഗ്രാം തൊട്ട് ഒരു 700-750 ഗ്രാം വരെയുള്ള മത്സ്യത്തിനെ നമുക്ക് ഇന്ന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യമീനുകൾക്കും രാജുവിന്റെ കൃഷിയിടത്തിൽ ഒരിടമുണ്ട്. ഒരു കുടുംബത്തിന് അനായാസകരമായി ഈ മീൻ വളർത്തൽ വിജയകരമായി നടപ്പാക്കാൻ പറ്റും എന്ന് ഈ കർഷകൻ നിസ്സംശയം പറയുന്നു. നല്ലൊരു കാർഷിക മേഖലയായ കടയ്ക്കൽ പഞ്ചായത്തിലെ മികച്ച കർഷകരിൽ ഒരാളാണ് ശ്രീ രാജു. അദ്ദേഹം തൻ്റെ അധ്യാപന ജീവിതത്തിന് താൽക്കാലികമായി വിരമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അവധി എടുത്തുകൊണ്ടാണ് പൂർണ്ണമായും കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. കൂടെ കൃഷിഭവനിൽ വരികയും എന്ത് സ്കീമുകളുണ്ടെങ്കിലും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ഞങ്ങളുടെ ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് അതിലൂടെയും സ്വന്തമായും കുറച്ച് ടെക്നിക്കുകളും ഡെവലപ്പ് ചെയ്തെടുത്ത് അദ്ദേഹം നല്ല മികച്ചൊരു കൃഷിഭൂമി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. സമ്മിശ്ര കൃഷിയിലൂടെയാണ് അദ്ദേഹം ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലുണ്ടാകുന്ന നഷ്ടം അദ്ദേഹത്തിന് മറ്റൊന്നിലൂടെ നികത്താൻ കഴിയുന്നു. പശു വളർത്തൽ, കോഴി വളർത്തൽ, നെൽകൃഷി, വാഴക്കൃഷി, മരിച്ചീനി, പച്ചക്കറി, അങ്ങനെ വലിയൊരു കാർഷിക മേഖല തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശം അല്ലെങ്കിൽ അദ്ദേഹം അത് നയിച്ചു പോരുന്നുണ്ട്. രാജുവിന്റെ സമ്മിശ്ര കൃഷിയിൽ കുടുംബത്തിന്റെ പങ്കാളിത്തം പരമപ്രധാനം തന്നെ. അടുക്കള ജോലി കഴിഞ്ഞാൽ പത്നി റീന മുഴുവൻ സമയവും കൃഷിയിടത്തിൽ തന്നെ. ഒഴിവുവേളകളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ദേവിപ്രിയയും കൂട്ടുചേരുന്നു. കൃഷിയിലെ ഗതകാല സ്മൃതികളിൽ രാജുവിന്റെ വൃദ്ധരായ മാതാപിതാക്കളും കൃഷി പരിപാലനത്തിലെ സജീവ സാന്നിധ്യം തന്നെ. ശാസ്ത്രീയ കൃഷിമുറകൾ അവലംബിക്കേണ്ട ഇന്നത്തെ ആവശ്യകതയിൽ കൃഷിയോടുള്ള ആത്മാർത്ഥതയും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ കൃഷിഭൂമിയിൽ കനകം പൊലിക്കുമെന്ന് തന്റെ കാർഷിക പഥങ്ങൾ തെളിച്ചുകൊണ്ട് കടക്കലിലെ ഈ കർഷകൻ പറയുമ്പോൾ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങളെ കാർഷിക കേരളവും പ്രതീക്ഷിക്കുന്നുണ്ടാകും തീർച്ച.